നമസ്കാരം. ജയമുറപ്പാണെന്ന് മൂന്ന് മുന്നണികളും 100% ആത്മവിശ്വാസത്തോടെ ആവർത്തിക്കുമ്പോഴും അടിയൊഴുക്കും ഡീലും ക്രോസ് വോട്ടുമെല്ലാം നേതൃത്വത്തിൻ്റെ ചർച്ചകളിൽ നിന്ന് ഒഴിയുന്നില്ല എന്നുള്ളതാണ്. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ആഴ്ചകൾക്ക് മുൻപ് വീറുറ്റ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ട ഒരു മണ്ഡലമാണ് തൃശ്ശൂർ മണ്ഡലം. ആ തൃശ്ശൂർ മണ്ഡലത്തിൽ വോട്ടെടുപ്പ് തീർന്നപ്പോഴും തിരഞ്ഞെടുപ്പ് ചർച്ചകൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം ഇത്രയേറെ പണവും അധ്വാനവും സമയവുമൊക്കെ ചെലവഴിച്ചിട്ടും പെട്ടിയിൽ വീണ വോട്ടുകൾ കുറവായി പോയതിൻ്റെ കാര്യകാരണം എത്ര ചിന്തിച്ചിട്ടും മുന്നണി നേതൃത്വങ്ങൾക്ക് പിടികിട്ടുന്നില്ല എന്നുള്ളതാണ്. 2014 ആ വർഷത്തെ പോളിംഗിലേതുപോലെ തന്നെയുള്ള കണക്കുകളാണ് 7 നിയോജക മണ്ഡലങ്ങളിലും രേഖപ്പെടുത്തിയിട്ടുള്ളത്. 2019 തിരഞ്ഞെടുപ്പിനേക്കാൾ 5.05% കുറവാണ് ഇത്തവണ. വോട്ടർമാരുടെ വർധനയിൽ തൃശ്ശൂർ റെക്കോർഡിട്ടിട്ടും ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ള ഒരു ചോദ്യം ഉയർന്നുകൊണ്ടേയിരിക്കുന്നു. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ വോട്ടർമാരെ പുതുതായി ചേർത്തത് എന്ന് പറയപ്പെടുന്നത് ഈ തൃശ്ശൂർ ജില്ലയിലായിരുന്നു. 1,46,656 പേർ. 7 നിയോജക മണ്ഡലങ്ങളിലും 4 മുതൽ 5 വരെ ശതമാനം പോളിംഗ് തന്നെ കുറവായിട്ടുണ്ട് എന്നുള്ളതാണ്. 3 മുന്നണികളും പ്രതീക്ഷിച്ചിരുന്ന മണ്ഡലങ്ങളിൽ പോളിംഗ് കുറയുകയും ചെയ്തിരിക്കുന്നു ഈ സമയത്ത്. അപ്പോൾ അടിയൊഴുക്കുകൾ ഉണ്ടാകും. അങ്ങനെ അടിയൊഴുക്കുകളിൽ ഒരു ആശങ്ക ഉണ്ടാകുന്നുണ്ട് മുന്നണികൾക്ക്. അവസാന നിമിഷം ഏതെങ്കിലും അടിയൊഴുക്കുണ്ടായോ എന്നുള്ള ആശങ്കയാണ് ഇപ്പോൾ 3 മുന്നണികൾക്കും ഉള്ളത് എന്നുള്ളതാണ്. എല്ലാ നിയോജക മണ്ഡലങ്ങളും 5000 മുതൽ 10000 വരെ സ്ത്രീകൾ പുരുഷന്മാരെക്കാൾ കൂടുതൽ വോട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയാൻ കഴിയുന്നത്. ഇപ്പോൾ നാട്ടിക, ഗുരുവായൂർ, ഇരിങ്ങാലക്കുട മേഖലകളിലാണ് കൂടുതലുമായിട്ട് സ്ത്രീ വോട്ടർമാർ വോട്ട് കുത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് ഫലത്തെ ഇത് രാഷ്ട്രീയമായി ഏത് ദിശയിലേക്ക് തിരിക്കുമെന്നുള്ള ആശങ്ക അത് എല്ലാ പാർട്ടികൾക്കും ഉണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ചും താരസാന്നിധ്യമായിട്ടുള്ള സുരേഷ് ഗോപിയെ രംഗത്തിറക്കിയ സാഹചര്യത്തിൽ പക്ഷേ സംഘടനാ സംവിധാനങ്ങൾ എന്ന് പറയപ്പെടുന്ന വളരെ കാര്യമായി പ്രവർത്തിച്ചതിനാൽ തന്നെ വോട്ട് മറിയില്ല എന്നുള്ളൊരു ആത്മവിശ്വാസത്തിലാണ് UDFും LDFിൻ്റെയും നേതാക്കന്മാരും പ്രവർത്തകരും. ഇതോടൊപ്പം ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം ആരെ തുണയ്ക്കുമെന്നുള്ളൊരു ആശങ്ക 3 മുന്നണികൾക്കുമുണ്ട് എന്നുള്ളതാണ്. നമുക്കറിയാം, അവിടെ നടന്ന വളരെ കനത്ത സുരക്ഷയിൽ ഇപ്പോൾ യന്ത്രങ്ങളൊക്കെ സൂക്ഷിച്ചിട്ടുണ്ട്. ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ തന്നെയാണ് എത്തിച്ചിട്ടുള്ള വോട്ടിംഗ് മെഷീനുകൾ അല്ലെങ്കിൽ വോട്ടിംഗ് യന്ത്രങ്ങൾ കനത്ത സുരക്ഷയിൽ തന്നെയാണ്. ജൂൺ 4 വരെ അവിടെ ഇരിക്കുകയും ചെയ്യും. CRPFും പോലീസും ഉൾപ്പെട്ട വൻ സംഘമാണ് സുരക്ഷ ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ ഈ സ്ട്രോങ് റൂമുകൾ സജ്ജീകരിച്ചിരുന്ന കെട്ടിടങ്ങളിൽ 2 ഘട്ടത്തിൽ മാത്രം 2 വീതം മണ്ഡലങ്ങളിലെ യന്ത്രങ്ങൾ ഉണ്ട്. ആ യന്ത്രങ്ങളൊക്കെ വോട്ടിംഗ് യന്ത്രങ്ങളൊക്കെ അവിടെ ഇരിപ്പുതാൻ. പക്ഷേ ഈ 3 മുന്നണികളുടെയും പെടാപ്പാട് എന്ന് പറയപ്പെടുന്നത് എവിടെ ആര് ജയിക്കും ആര് തോൽക്കുമെന്നുള്ളതാണ്. കാരണം ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം, ഇവരെ കുഴയ്ക്കുന്ന പ്രശ്നം എന്ന് പറയപ്പെടുന്നത് അടിയൊഴുക്കുകൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതെവിടെ. ഞാൻ ആദ്യം പറഞ്ഞ പോലെ 5000 മുതൽ 10000 വരെ സ്ത്രീകൾ പുരുഷന്മാരെക്കാൾ കൂടുതൽ വോട്ട് ചെയ്തത് നാട്ടികയിലും ഗുരുവായൂരും ഇരിങ്ങാലക്കുടയിലുമാണ്. ഈ ഇരിങ്ങാലക്കുട ഈ 3 പ്രദേശങ്ങളിലും എങ്ങനെയായിരിക്കും വോട്ട് ചിത്രം ഉണ്ടായത് എന്നുള്ളത്. അതിൻ്റെ ഒരു അന്തിമ പോളിംഗ് ചിത്രം നോക്കിയാൽ പോളിംഗ് ശതമാനം 72.9%. വോട്ടർമാർ 14,80,055 വോട്ട് ചെയ്തത് 10,81,125. അതിൽ പുരുഷന്മാർ 5,90,052, സ്ത്രീകൾ 5,72,067, ട്രാൻസ്ജെൻഡർ 6. ഇങ്ങനെയാണ് അത് ഏർപ്പെടുത്തിയിരിക്കുക. ഇങ്ങനെയാണ് ഒരു ക്രമമെന്ന് പറയപ്പെടുന്നത്. ഇതിനകത്ത് ഗുരുവായൂരിലാണെങ്കിൽ ഗുരുവായൂർ മണ്ഡലത്തിലും ഒപ്പം തന്നെ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ നാട്ടികയിലും ഇരിങ്ങാലക്കുടയിലും ഈ നാട്ടികയിലും ഇരിങ്ങാലക്കുടയിലുമൊക്കെ വലിയ തരത്തിലുള്ള പോളിംഗ് 5000 മുതൽ 10000 വരെയുള്ള വോട്ടർമാരുടെ എണ്ണം അത് സ്ത്രീ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട്. ഈ സ്ത്രീ സാന്നിധ്യമുള്ള വോട്ടർമാർ ആർക്ക് വോട്ട് ചെയ്യുമെന്നുള്ളതാണ്. അങ്ങനെ ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുമെങ്കിൽ പുതുക്കാട് അടക്കമുള്ള മേഖലകളിൽ ഏത് തരത്തിലുള്ള വിജയം ഉറപ്പിക്കുവാൻ കഴിയാവുന്ന വോട്ടുകൾ ലഭിക്കുമെന്നുള്ളതാണ്. ഇവിടെ സുരേഷ് ഗോപിയുടെ സാന്നിധ്യമാണ് പലപ്പോഴും വോട്ട് നേടിയെടുക്കുവാനും തൃശ്ശൂരിനെ പിടിച്ചെടുക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നത് പറയാം. ഗുരുവായൂരും നാട്ടികയും ഒപ്പം തന്നെ ഈ ഇരിങ്ങാലക്കുടയിലെയും പ്രദേശങ്ങളിൽ നമുക്കറിയാമല്ലോ, ഈ പ്രദേശങ്ങളിലൊക്കെ ഇപ്പോൾ നാട്ടികയിലാണെങ്കിലും ഗുരുവായൂരിലാണെങ്കിലും സ്ത്രീ സാന്നിധ്യമുള്ള ഇടങ്ങളിൽ നിന്ന് വളരെ വലിയ തരത്തിലുള്ള മുസ്ലിം സാന്നിധ്യങ്ങൾ, ന്യൂനപക്ഷ വോട്ടുകൾ അടക്കമുള്ളവയുണ്ട്. തീരപ്രദേശ ധീവരസഭയുടെ വോട്ടുകളുണ്ട്. ഇവയൊക്കെ ആർക്ക് ലഭിക്കുമെന്നുള്ളതാണ്. പലപ്പോഴും പരമ്പരാഗതമായി കോൺഗ്രസിന് അനുകൂലമായി വോട്ട് ചെയ്യുന്ന മുസ്ലിം ധീവര സഭകളുടെ നേതാക്കൾ അല്ലെങ്കിൽ അതിൻ്റെ അണികൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആൾക്കാർ അത് UDFിന് തന്നെയായിരിക്കും വോട്ട് ചെയ്യുന്നത്. അത് കെ മുരളീധരൻ ലഭിക്കുവാനുള്ള വോട്ടുകൾ തന്നെയായിരിക്കും. ആ വോട്ടുകളിൽ ചെറിയ ഭിന്നിപ്പുകൾ ഉണ്ടായേക്കാം. അത് ചിലപ്പോൾ ഇത്തരത്തിൽ മാറി VS സുനിൽകുമാറിനും കെ മുരളീധരനുമായിട്ട് ലഭിച്ചേക്കാം. പക്ഷേ അവിടെ നിന്നൊരു വലിയ സാധ്യതയൊന്നും സുരേഷ് ഗോപി പ്രതീക്ഷിക്കേണ്ടതില്ല. എന്നാൽ സുരേഷ് ഗോപിക്ക് ലഭിക്കാൻ കഴിയുന്ന മണ്ഡലങ്ങളിൽ നിന്ന് ഏതെങ്കിലും മണ്ഡലങ്ങളിൽ കൂടുതലായിട്ടുള്ള വോട്ടുകൾ ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിലും ആശങ്കയുണ്ടാകുന്നുണ്ട് ഈ മുന്നണികൾ. കാരണം പോളിംഗ് ശതമാനം എത്രത്തോളം കൂടുമെന്ന് അവർ വിചാരിച്ചിരുന്നു, അത്രത്തോളം പോളിംഗ് ശതമാനം കൂടിയിട്ടില്ല. അതേസമയം VS സുനിൽകുമാറിനെ പോലെ ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥിക്ക് ലഭിക്കാവുന്ന വോട്ടുകൾ വളരെ കൃത്യമായി ലഭിക്കുകയും ചെയ്യും.
അതിനോടൊപ്പം തന്നെയാണ് പരമ്പരാഗതമായി ലഭിക്കുന്ന തീരദേശ ധീവര സഭകളുടെയും ന്യൂനപക്ഷങ്ങളുടെയൊക്കെ വോട്ടുകൾ UDFനും വളരെ കൃത്യമായി ലഭിക്കുകയും ചെയ്താൽ സുരേഷ് ഗോപിയുടെ കാര്യം പരുങ്ങല്ലാവുക തന്നെ ചെയ്യും. അങ്ങനെയാണെങ്കിൽ വിജയമുറപ്പിക്കുവാൻ വലിയ പാടാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. സുരേഷ് ഗോപിക്ക് പരാജയം മണക്കുന്നുണ്ട്. അതുകൊണ്ട് തോൽവി എന്ന് പറയപ്പെടുന്ന സുരേഷ് ഗോപിക്ക് സ്വീകരിക്കേണ്ടി വരും. അല്ലെങ്കിൽ ആ ഒരു സ്ഥിതിവിശേഷമാണ് ഈ തൃശ്ശൂർ മണ്ഡലത്തിൽ ഇപ്പോൾ നമുക്കറിയാൻ കഴിയും. പക്ഷേ വിജയസാധ്യതകളിലേക്ക് എത്താൻ കഴിയുന്നില്ല. ആരായിരിക്കും വിജയിക്കുക എന്ന് പറയുവാൻ കഴിയുന്നുമില്ല. കാരണം അത്തരത്തിലൊരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ ഈ തൃശ്ശൂർ മണ്ഡലത്തിലുള്ളത്. പക്ഷേ ഇവിടെ സുരേഷ് ഗോപിയുടെ വിജയസാധ്യത മങ്ങുന്നു എന്ന് തന്നെ പറയേണ്ടി വരും.